എന്ത് രസമായിട്ടാണ് മന്ത്രി പറഞ്ഞത്. ആ കമ്മിറ്റിക്ക് പരാതി കൊടുത്ത അപ്പം തന്നെ നടപടിയെടുത്തു, പോലീസിലേക്ക് അത് മാറി അന്വേഷണം നടത്തി. സാർ, എന്നാണ് സാർ ഈ സംഭവം നടക്കുന്നത്? മാർച്ച് 1-ാം തീയതി രാത്രി. മാർച്ച് 1-ാം തീയതി രാത്രിയാണ് നടക്കുന്നത്. സാർ, കഴിഞ്ഞ ദിവസമാണ് കേസെടുത്തത്. പറയട്ടെ. ഇവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ടീച്ചേഴ്സ് അസോസിയേഷൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് സർക്കിൾ ഇൻസ്പെക്ടർക്ക്. ഈ അടുത്ത ദിവസമാണ് കൊടുത്തത്. എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ സംഭവം നടന്നു ആർക്ക് വേണ്ടിയിട്ടാ? നിങ്ങളുടെ സംഘടനയാ, CPM സംഘടനയാ. അവർ പറഞ്ഞിരിക്കുന്നത് വിഷയം മാപ്പ് പറയലോടെ തീർന്നു എന്ന് കരുതിയിലും പിന്നീട് അത് വീണ്ടും വിഷയമായി. ഒരു സംഘം ബേബിയുടെ, അതായത് ഈ അധ്യാപകന്റെ വീട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ 5 മണിക്ക് ഒരു ജീപ്പ് നിറയെ ആളുകൾ ആലുവ ഭാഗത്ത് നിന്ന് ക്യാമ്പസിലെത്തി. സാർ, അന്വേഷണത്തിൽ ആലുവ SFI ഏരിയ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് സംഘത്തിലുണ്ടായിരുന്നത്. അതുപ്രകാരം ഓഫീസിലെത്തിയ ഡോക്ടർ ബേബിയെ, ഈ പ്രതിയെ, യൂത്ത് വെൽഫെയർ ഓഫീസിൽ തള്ളിക്കയറിയ ഈ SFIക്കാരടങ്ങിയ ഗുണ്ടാ സംഘം ക്രൂരമായി ആക്രമിച്ചു. SFI യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എത്തിയ ഗുണ്ടാ സംഘവും പ്രശ്നവുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയും അക്രമത്തിൽ പങ്കാളിയായി. സാർ, മാർച്ച് 1-ാം തീയതി ഈ സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം വെളുപ്പിന്, നിങ്ങളൊക്കെ SFIക്കാരെ കുറിച്ച് മോശമായിട്ടല്ലേ പറയണേ? ഞാൻ നല്ലതാ പറയണം. ഈ സംഭവം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം വെളുപ്പിന് SFIക്കാർ വന്നിട്ട് ഇയാൾക്കിട്ട് അടി കൊടുത്തു. എന്നിട്ട് ഇത്രയും സംഭവം ആ ക്യാമ്പസിൽ ഉണ്ടായിട്ട് ആ ക്യാമ്പസിൽ കേസെടുത്തില്ല. നിങ്ങളുടെ ആളുകൾ അത് കേസെടുത്തില്ല. കാരണം ഇയാൾ പാർട്ടിക്കാരനാ. ഈ ബേബി സ്റ്റുഡന്റ് വെൽഫെയർ ഡയറക്ടർ, കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കണതിന്റെ ഉദ്യോഗസ്ഥൻ. കറക്റ്റ് ആളുടെ കയ്യിലാണല്ലോ ഇത് കൊടുത്തേക്കണത്. കറക്റ്റ് ആളുടെ കയ്യിലാണല്ലോ കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കാൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ സംഘടന ആവശ്യപ്പെടുന്ന മുഴുവൻ കേക്ക്, നിങ്ങളുടെ സംഘടന ആവശ്യപ്പെടുന്നത് വ്യാജ CIക്ക് കൊടുത്തിരിക്കുന്ന പരാതിയാ. വ്യാജ പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെയും ഡോക്ടർ ബേബിയെ ആക്രമിച്ച ഗുണ്ടകൾക്കെതിരായും കർശന നടപടി സ്വീകരിക്കണം. നിലപാട് വേണം സാർ, നിലപാട്. സാർ, ഇയാൾ എങ്ങനെയാണെന്നറിയാമോ? ക്ലർക്കിന്റെ മീതെയുള്ള പോസ്റ്റിൽ അവിടെ വന്നു, ക്ലർക്കിന്റെ മീതെയുള്ള പോസ്റ്റിൽ. എന്നിട്ട് സ്റ്റുഡന്റ് വെൽഫെയർ ഡയറക്ടറിലേക്ക് സ്പെഷ്യൽ ഇന്റർവ്യൂ ആണ്. ഒരു കാരണവശാൽ അർഹതയില്ലാതെ സ്റ്റുഡന്റ് വെൽഫെയർ ഡയറക്ടറായി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് ഇത് നോൺ ടീച്ചിങ് പോസ്റ്റാണ്, എനിക്കിത് ടീച്ചിങ് പോസ്റ്റാക്കി മാറ്റി തന്നെ. നോൺ ടീച്ചിങ് പോസ്റ്റിൽപ്പെട്ട ഇയാളെ ടീച്ചിങ് പോസ്റ്റിലേക്ക് മാറ്റി. എന്നിട്ട് സാർ കഴിഞ്ഞ 11 വർഷക്കാലത്തെ മുൻകാല പ്രാബല്യത്തോടുകൂടി UGC ശമ്പളം കൊടുത്തു. UGC ശമ്പളം. അയാളാണ് ഈ പ്രതി. നിലപാടാണ് സാർ, നിലപാട്. സാർ ഞാൻ പറയാം. സാർ, കാലടി ശങ്കര കോളേജ് പറഞ്ഞല്ലോ, രമ വളരെ ഇതായിട്ട് പറഞ്ഞു. 20 പെൺകുട്ടികളുടെ ഫോട്ടോ അശ്ലീല ഹാൻഡിലുകളിലേക്ക് കൈമാറി. ആ പെൺകുട്ടി പരാതി അന്വേഷിച്ചു. ആ പെൺകുട്ടിയുടെ പടം വന്നപ്പോൾ അന്വേഷിച്ചു. ബാക്കി കുട്ടിയുടെ അന്വേഷിച്ചപ്പോൾ 20ഓളം പെൺകുട്ടികളുണ്ട്. അവർ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അങ്കമാലി MLA എവിടെ ഇരിക്കുന്നു, പരാതി അന്വേഷിക്കണമല്ലോ. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് സാർ 15 മിനിറ്റ് പോലും അവനെ ഇരുത്തിയില്ല. വേഗം സ്പീഡാക്കി അവനെ ജാമ്യത്തിൽ വിട്ടു. സാർ, നിലപാടാണ് സാർ, അത് നിലപാട്. 20 പെൺകുട്ടികളിലെ നമ്മുടെ മക്കളെ പോലെയുള്ളവരുടെ ചിത്രം അശ്ലീല പോസ്റ്റിൽ ഇട്ടവനെ 15 മിനിറ്റ് പോലും പോലീസ് സ്റ്റേഷനിൽ ഇരുത്താതെ അവന്റെ നടപടിക്രമങ്ങൾ വേഗം പൂർത്തിയാക്കി അവന് ജാമ്യം കൊടുത്ത്. VIP കിട്ടില്ല, നമുക്ക് കിട്ടുമോ? നിങ്ങൾ MLA അറസ്റ്റ് ചെയ്താൽ കിട്ടുമോ? 15 മിനിറ്റ് എത്ര നേരം ഇരിക്കണം? നിങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് റോജി M. ജോണിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ട് കിട്ടിയോ? 15 മിനിറ്റിനകം തോളെ കൈയിട്ട് മോൻ പൊക്കൊള്ളാൻ പറഞ്ഞു. അതാണ് സാർ നിലപാട്. ഇവിടെ മന്ത്രി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് നമ്മളെ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ അധിക്ഷേപിച്ച കാര്യം പറഞ്ഞു. Yes, please.
യെസ് യെസ് അവിടെ ഇരിക്ക് അവിടെ ഇരിക്ക് അവിടെ ഇരിക്ക് അവിടെ ഇരിക്ക് അവിടെ ഇരിക്ക് അവിടെ ഇരിക്ക് യെസ് അങ്ങ് സംസാരിച്ചോ. സാർ, ഈ വിഷയം അവതരിപ്പിച്ച കെ രമയെ അധിക്ഷേപിച്ചതുപോലെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കപ്പെട്ട വേറെ ഏതെങ്കിലും സ്ത്രീ ഉണ്ടോ സാർ? സാർ, മന്ത്രി വായിച്ചു. രമയെ അധിക്ഷേപിച്ച് നിങ്ങളുടെ ഹാൻഡിലുകൾ ഇട്ട കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വായിക്കില്ല സാർ, വായിക്കാൻ പറ്റില്ല, എനിക്ക് വായിക്കാൻ കഴിയാത്ത തരത്തിലാണ്. കാണിച്ചു തരാം ഈ MLA കുറിച്ച്. നിങ്ങൾ ആ മനുഷ്യനെ 51 വെട്ടുവെട്ടി ക്രൂരമായി കൊന്നിട്ടും നിങ്ങളുടെ വാശി തീരാതെ ഈ പെൺകുട്ടിയെ, ഈ സ്ത്രീയെ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ നിലപാടാണോ? അത് നിങ്ങളുടെ നിലപാടാണോ? നിങ്ങളെ പേരുകൾ വായിച്ചു തരാം ഞാൻ. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞല്ലോ, ശൈല ടീച്ചറെ കാര്യം പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകനിട്ടൊരു കമന്റ് ഉണ്ട്. അമ്മയുടെ പോസ്റ്റിൽ കയറി, MLA അമ്മയുടെ പോസ്റ്റിൽ കയറി മകനിട്ടൊരു കമന്റ് ഉണ്ട്. സാർ, വായിക്കാൻ പറ്റില്ല സാർ, വായിക്കാൻ പറ്റില്ല. കാരണം അതൊക്കെ നിലപാടാണ്, സാർ. സാർ 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 ഇനി ഒരു കാര്യം സാർ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു. സാർ, അവിടുത്തെ ജീവനക്കാരനായിരുന്നു. അവർ പരാതി കൊടുത്തപ്പോൾ ഈ ജീവനക്കാരൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് അവിടുത്തെ ഒരു ജീവനക്കാരി പോലീസിന് മൊഴിയും കൊടുത്തു. സാർ, അതിൻ്റെ പേരിൽ ആ മൊഴി കൊടുത്ത ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, അല്ലെ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ? ഇല്ലല്ല, ഞാൻ അനുവദിക്കുന്നു. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. എന്നിട്ട് അവരെ എല്ലാവരും ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നു അവരെ, ഈ സ്ത്രീയെ, ഈ തെളിവ് കൊടുത്ത സ്ത്രീയെ. ആ തെളിവ് കൊടുത്ത ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ബോൾഡായി അതിന് മൊഴി കൊടുത്ത ആ സ്ത്രീയെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയ ആളാണ് ഈ ആരോഗ്യമന്ത്രി. മിനിസ്റ്റർ LOP. സാർ, നോ, ഞാൻ പറയുന്നില്ല. He is not ready to yield. ഞാൻ തീർക്കട്ടെ. തീർക്കട്ടെ എന്ന് പറഞ്ഞാൽ യെസ്. അങ്ങ് സംസാരിച്ചോ. യെസ് അവിടെ ഇരിക്ക് അതിനുശേഷം പറയാം. യെസ് അതിനുശേഷം പറയാം. യെസ്